എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ കാണിക്കുന്നത് പവിഴമല്ലിയാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് ഞാൻ വീടിനോട് ചാരിയിട്ടാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഉമ്മറത്ത് തന്നെയാണ്. എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും നോക്കാം. നടുവേദനയ്ക്ക് ഇല കിഴി പിടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കഷായം, ഇല ഉപയോഗിച്ചുള്ള കഷായം അകത്തേക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നീരും തേനും ചേർത്തിട്ട് കഴിക്കാം. അത് ചില ചുമകൾക്ക് വളരെ നല്ലതാണ്. അതേപോലെ ഇതിൻ്റെ നീര് മലേറിയക്ക് തേനും ചേർത്തിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഒരു മലേറിയക്കൊക്കെ കഴിക്കുമ്പോൾ ഏകദേശം 5-8 ദിവസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കേണ്ടി വരും. അത് വൈദ്യവിധി പ്രകാരമാണ്. സമയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കഴിക്കാൻ. ഈ തളിര്, ഇലനീര്, ഇഞ്ചിനീരും ചേർത്ത് കഴിച്ചാൽ ശ്വാസകോശ രോഗങ്ങൾക്ക് നല്ല റിസൾട്ടാണ് എന്നറിയുന്നത്. ഞാൻ കൊടുത്തിട്ട് പരിചയമല്ല. വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഇങ്ങനെ ഓരോ ഔഷധ ചെടിയും പരീക്ഷണം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് സ്വന്തം ശരീരത്തിലും അല്ലാതെയൊക്കെ കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ മുറിവിന് ഇതിൻ്റെ ഇല അരച്ചു തേക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ വിരശല്യത്തിന്, കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിന് ഇതിൻ്റെ ഇലനീര് നല്ല റിസൾട്ടാണ്. അത് തേനിൽ കൊടുക്കാൻ പറ്റും. അതിരാവിലെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വിത്ത് തലയിലെ താരൻ പോകാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇത് പനിക്ക്, പിന്നെ ഈ വൈറൽ പനികൾക്ക് പിന്നെ ഇലനീരും തേനും ചേർത്തിട്ട് കൊടുക്കാം. നേപ്പാളിൽ ഇത് ഞാൻ ഈ വൃക്ഷം കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പിന്നെ പുത്തൂരമ്പലത്തേക്ക് പോകുന്ന ആ ഭാഗത്തൊരു വീട്ടിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അങ്ങനെ വാർപ്പിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയാണ്. നല്ല ബലമുള്ള തടിയാണ്. പക്ഷേ കാതൽ, ഇതിനത്ര കാതലുണ്ടാവും, വെള്ളയുണ്ടാവും. പക്ഷേ മരത്തിൻ്റെ പണികൾക്ക് എന്തെങ്കിലും ഇത് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നല്ല രസമുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ അധികം നല്ല സ്മെല്ലുണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്താണ്. ഞാൻ അതിൻ്റെ തൊട്ടാണ് കിടക്കുക. രാത്രി ഹാളിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല്, രാത്രിയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നതും. ഓക്കെ, പകലല്ല. പകലിത് കൊഴിഞ്ഞു പോവും. അങ്ങനെയാണ്. പകലും കുറച്ച് സമയം നിൽക്കും, ഒരുപാട് സമയം നിൽക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇങ്ങനെ നേരിട്ട് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ ഷെരീഫ് പറൽ, ഭാരതീയ ഔഷധ വല്ലസ്മൃതി.